ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 220% ഓഫ് നമ്പർ P ഈസ് 44. അങ്ങനെയാണെങ്കിൽ അതിന്റെ 44%, അതായത് P ന്റെ 44% ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം. 220% ഓഫ് P ഈസ് ഈക്വൽ ടു 44. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 0 ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു 0 ഞാൻ കട്ട് ചെയ്തു, 22 കട്ട് ചെയ്തു, 44 ഇവിടെ 2 വന്നു. P ഈസ് ഈക്വൽ ടു 20. ഓക്കെ, P ന്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടി? 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ 44% ഓഫ് P, ജസ്റ്റ് കണ്ടോ, 44% ഓഫ് P അല്ലെ, P എന്ന് പറയുന്നത് 20 ആണ്, ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു 0 കട്ട് ചെയ്യാണ്, ഈ ഒരു 0യും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 44 into 2 എത്രയാണ്? 88 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 8.8 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the base radius of a cylinder is doubled, okay, അങ്ങനെയാണെങ്കിൽ then how many times will its volume becomes with respect to its original volume? അതായത് ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ. അപ്പൊ ഈ പൈ ആർ സ്ക്വയർ എച്ച് എന്താണ്? ഇത് ഒറിജിനൽ വോളിയം നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? അവിടെ ആർ എന്ത് ചെയ്യാണ്? ഡബിൾ ആക്കി മാറ്റാണ്. ദാറ്റ് മീൻസ് എന്തായിട്ട് മാറും? പൈ 2r ഹോൾ സ്ക്വയർ എച്ച് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് പൈ 4r സ്ക്വയർ എച്ച്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പറയാം? 4 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് എനിക്ക് പറഞ്ഞൂടെ? ഈ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് ഒറിജിനൽ വോളിയം ആണ്. ഒറിജിനൽ വോളിയം ഇൻറ്റു 4 ആണ്. ദാറ്റ് മീൻസ് 4 മടങ്ങായിട്ട് ഇരട്ടിക്കും. ഓക്കെ, ഓപ്ഷൻ 2 4 എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ram took 15 minutes 30 seconds to reach his friend's house, which is 900 meters away. The speed of Ram in kilometer per hour is. Just നോക്കിക്കോ, Ram took 15 മിനിറ്റ് അതുപോലെ തന്നെ 30 സെക്കൻഡ്. ടോട്ടൽ എത്ര സെക്കൻഡ് ആണെന്നുള്ളത് നമ്മൾ നോക്കാം. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 15 into 60 അല്ലെ. ദാറ്റ് മീൻസ് 15 into 6 ഏകദേശം 90 ആണ്. അപ്പൊ 900 മിനിറ്റ് പ്ലസ് 15 into 60. 15 into 6 എന്ന് പറയുന്നത് 90 ആണ്. 90 0 കൂടി കൂട്ടി കൊടുക്കുക, 900 സെക്കൻഡ്സ് ആണ്. 900 പ്ലസ് ഇവിടെ ഒരു 30 സെക്കൻഡ് കൂടി ഉണ്ട്. ദാറ്റ് മീൻസ് 930 സെക്കൻഡ് ആണ് ടോട്ടൽ ടൈം അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 900 ആണ്. ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് 930 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പൊ 90 എത്ര 5 ഉണ്ട്? ഓൾമോസ്റ്റ് 18 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, 180 into 18 ഡിവൈഡഡ് ബൈ 930. ഓക്കെ, 2 zeros ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, 18 സ്ക്വയർ 324 ആണ്. ഡിവൈഡഡ് ബൈ 93. 324 ഡിവൈഡഡ് ബൈ 93. നമുക്കറിയാം 90 into 3 ഓൾമോസ്റ്റ് 270 ആണ്. 90 into 4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 360 വരെ പോയി. ഇപ്പൊ എന്തായാലും 360 വരെ പോകുന്നില്ല. 3 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷാലു സോൾഡ് എ മൊബൈൽ ഫോൺ ഫോർ rupees 1950 at a loss of 25%. ഇപ്പൊ loss of 25%, that means 3/4 of CP is equal to 1950. അങ്ങനെയാണെങ്കിൽ ഇതും കട്ട് ചെയ്തു. എത്ര വന്നു? ഓൾമോസ്റ്റ് 650 വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ CP is equal to 4 into 650. 4 into 600 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയാണ്? 2400 ആണ്. അതിലേക്ക് 4 into 50 കൂടി കൂട്ടുക, 200 കൂടി കൂട്ടുക. ദാറ്റ് മീൻസ് 2600 വന്നു. നോക്കാം. At what price should she have sold it to get a profit of 30%? അപ്പൊ 30% പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്ര രൂപക്ക് വിൽക്കണമായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കാം. ഈ ഒരു CP നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 2600. അതിന്റെ എത്ര പെർസെന്റേജ് നോക്കിയാൽ മതി? 30% ഇൻക്രീസ് ചെയ്തിട്ട്. 30% ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ 130% നോക്കിയാൽ മതി. 130% എങ്ങനെ നോക്കാം? 130 ഡിവൈഡ് ബൈ 100 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 2 zeros കട്ട് ചെയ്ത് 13/10 ചെയ്താലും മതി. ഫ്രാക്ഷൻ നമ്മൾ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത്. ഓക്കെ, 2 zeros കട്ട് ചെയ്തു. 26 into 13, 26 into 13. 18 ഇവിടെ 1 വന്നു, 7 വന്നു, 6 അതുപോലെ തന്നെ 2. ഇപ്പൊ 8 ഇവിടെ 8 13 1 3 3 8. ബാക്കി ഒരു 0 കൂടി ഇവിടെ ഉണ്ടല്ലോ അല്ലെ. 260 ഒരു 0 കൂടി ഉണ്ട്. അപ്പൊ 3 3 8 0 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
when an article is sold for rupees 115 രൂപക്ക് ഒരു ആർട്ടിക്കിൾ വിറ്റ സമയത്ത് the profit is twice as much as when it sold for 95. അതായത് 95 രൂപക്ക് വിറ്റ സമയത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ട്, അതിനേക്കാളും ഇരട്ടിയാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റിന്റെ കാര്യത്തിൽ അതിനേക്കാളും ഇരട്ടിയാണ് ഓൾമോസ്റ്റ് എത്ര രൂപക്ക് വിറ്റപ്പോ 115 രൂപക്ക് വിറ്റപ്പോ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ഈസ്, ഞാൻ ജസ്റ്റ് പറയാണ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് ഒരു പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 95. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കാണ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് 2 പ്രോഫിറ്റ്, അല്ലെ, പ്രോഫിറ്റ് ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 115. അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ കുറക്കുക, സി പി മൈനസ് സി പി 0 ആണ്, 2p മൈനസ് പി പി ആണ്, 115 മൈനസ് 95 ഏകദേശം 20 ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം, സി പി പ്ലസ് 20 ഈസ് ഈക്വൽ ടു 95, സി പി ഈസ് ഈക്വൽ ടു 75 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. Next question, find the sum of smallest and greatest 3-digit numbers formed by using the digits 0, 1, 2, 3, 4 without any repetition of digits. അപ്പോൾ 0, 1, 2, 3, 4 ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ 5 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെയും സം എത്രയാണെന്നുള്ളത്. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതായിരിക്കും, നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് മീൻസ് 1 not 2 ആയിരിക്കും. ഏറ്റവും വലുതാണെങ്കിൽ 4, 3, 2 ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 4, 3, 5 അല്ലെ, 4, 3, 5 ദാറ്റ് മീൻസ് 534 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a rectangle has a length of 24 cm and diagonal of length 24 cm each. നമുക്കറിയാം റെക്ടാംഗിളിന്റെ രണ്ട് ഡയഗണൽസും ഒരേ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ജസ്റ്റ് നോക്കിക്കോ, ഏരിയ ഓഫ് റെക്ടാംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താണ്, ഇവിടെ ഒരു ഡയഗണലിന്റെ ലെങ്ത് 25 ആണെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ലെങ്ത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും, 7 ആയിരിക്കും. എങ്ങനെ, പൈതഗോറിയൻ ട്രിപ്പിൾസ്, ഒരു റൈറ്റ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 25ഉം അതുപോലെ തന്നെ വൺ ഓഫ് ദി സൈഡ് 24 ആണെങ്കിൽ മാറ്റിയ സൈഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള സൈഡ് എന്തായിരിക്കും, 7 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ എടുക്കാൻ നമുക്ക് 49 കിട്ടും. 49ന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 7 കിട്ടും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 24 കിട്ടി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 7 കിട്ടി. അങ്ങനെയാണെങ്കിൽ 24 into 7 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, 7 into 4 ഓൾമോസ്റ്റ് 28 ആണ്, ബാക്കി 2 വന്നു. ഇവിടെ 2 into 7 14 ആണ്, 14 plus 2 ഓൾമോസ്റ്റ് 16 ആണ്. അപ്പൊ 168 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മീൻ ഓഫ് ദി നമ്പേഴ്സ് 2, p plus 1, 8, 19, 16, 3 ആൻഡ് p is 9. അപ്പൊ അത്രയും നമ്പേഴ്സിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ ആവറേജ് ആണ്. എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 9 ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി മോഡ് ഓഫ് ദി നമ്പേഴ്സ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് ഏത് നമ്പർ ആണെന്നുള്ളതാണ് അല്ലെ. അപ്പോ നമുക്ക് ജസ്റ്റ് നോക്കാം, അവിടെ p ന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കാം, 2 plus 8 10 ആണ്, 10 plus 19 ഓൾമോസ്റ്റ് 29, 39 45 48. ഓക്കെ, അപ്പൊ 48. ഓക്കെ, 48 അല്ല, ഇവിടെ ഒന്നും കൂടി ഉണ്ടല്ലേ, ദാറ്റ് മീൻസ് 49, പിന്നെ 2 p ഉണ്ട്. 49 plus 2p ഈസ് ഈക്വൽ ടു 9 into ഇവിടെ എത്ര ടേം ഉണ്ട്, 1, 2, 3, 4, 5, 6, 7 ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ 49 plus 2p is equal to 63. അങ്ങനെയാണെങ്കിൽ 2p is equal to 14, p is equal to 7 വന്നു. p ന്റെ വാല്യൂ 7 വന്നു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, p plus 1 എത്ര വന്നു, 8 വന്നു. അതുപോലെ തന്നെ p എന്ന് പറയുന്നത് 7 വന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 8 ആണല്ലോ, 2 തവണ 8 വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ സിംഗിൾ തവണ മാത്രമേ വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, p is directly proportional to q. നോക്കിക്കോ, p is directly proportional to q. അങ്ങനെയാണെങ്കിൽ p is equal to kq എന്ന് എനിക്ക് പറയാലോ, അതായത് കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം k is equal to proportionality constant, k is equal to p by q. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കേസിലും എന്തായിരിക്കണം, k ന്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് q 7 ആയിരുന്ന സമയത്ത് p എന്താവുന്നുണ്ട്, 15 ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് p by q നോക്കാം, 15/7 ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ കേസിൽ നമുക്ക് p അറിയില്ല, അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അവിടെ q കൊടുത്തിട്ടുണ്ട്, എത്രയാണ്, 14 ആണ്. അപ്പൊ ഇതൊക്കെ രണ്ടും എന്താണ്, k ഈക്വൽ ആണ്. ആ രീതിയിലാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, 7ഉം അതുപോലെ തന്നെ 14 ഞാൻ കട്ട് ചെയ്തു. p is equal to 15 into 2, that means 30 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ q എന്താ ചെയ്തു, q ഇരട്ടിച്ചുല്ലേ, 7ൽ നിന്ന് 14ലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഒന്ന് കൂടുമ്പോൾ മറ്റേത് എന്ത് ചെയ്യും, ഡയറക്ട്ലി കൂടും. അപ്പൊ ഇതും എന്ത് ചെയ്യും, ഇരട്ടിക്കും. 15ൽ നിന്ന് എത്രയായി മാറും, അതിന്റെ ഇരട്ടിയായിട്ടുള്ള 15ന്റെ ഇരട്ടിയായിട്ടുള്ള 30 ആയിട്ട് മാറും. അതാണ് അവിടുത്തെ ബേസിക് ഐഡിയ. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A, B and C started a business on partnership by investing
rupees 40,000, 50,000 and 70,000 respectively. എയും ബിയും സിയും എന്ത് ചെയ്യാണ് 40,000, 50,000, 70,000 rupees വെച്ചിട്ട് ജസ്റ്റ് അവര് ഇൻവെസ്റ്റ് ചെയ്യാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, എ ബി സി. ഞാൻ 40,000, 50,000, 70,000 ഒന്നും എടുക്കുന്നില്ല, കാരണം എനിക്ക് റേഷ്യോ കിട്ടിയാൽ മതിയാവും. മിക്ക കേസുകളിലും റേഷ്യോ കിട്ടി ഞാൻ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് അങ്ങനെ കാര്യം വർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ 40,000 എടുക്കുന്നില്ല, ഞാൻ വെറും 4 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 4, 5 അതുപോലെ തന്നെ 7 അവരുടെ റേഷ്യോ മാത്രം. ഓക്കെ, ആഫ്റ്റർ 4 months എ ഇൻവെസ്റ്റഡ് 20,000 മോർ. ഓക്കെ, അപ്പോ വീണ്ടും ഈ ഒരു 4 ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 മാസത്തേക്ക് 4 പേരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 മാസത്തേക്ക് 4 പേരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വരെ ആ ഒരു 4 മാസത്തിൽ യാതൊരുവിധ മാറ്റവും ആരും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത കാര്യം പറയുന്നത്, ആഫ്റ്റർ 4 months എ ഇൻവെസ്റ്റഡ് 20,000 മോർ. അപ്പൊ എന്ത് ചെയ്യാണ്, ഈ ഒരു 4ലേക്ക് ഒരു 20,000 കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് 60,000 ആയി. അപ്പൊ 6 into സംതിങ് എത്ര മാസമാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, 4, അതായത് 40,000 വെച്ചിട്ട് അദ്ദേഹം ഒരു 4 മാസം ഓട്ടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇനി 60,000 വെച്ചിട്ട് എത്ര മാസമാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ആഫ്റ്റർ 2 more months, ഇപ്പൊ 4 മാസം കഴിഞ്ഞിട്ടോ, ഇതൊരു 4 മാസം കഴിഞ്ഞിട്ടാണ്. ഇനി അതിലും 2 months കഴിഞ്ഞിട്ടോ, ദാറ്റ് മീൻസ് 6 months കഴിഞ്ഞു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 6 months കഴിഞ്ഞു. ആഫ്റ്റർ 2 more months ഡി ജോയിൻഡ്, അടുത്തൊരാളും കൂടി വരികയാണ്. ആരാണ്? ഡി ഓൾസോ ജോയിൻഡ് ദി ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് എത്രയാണ്? 60,000. അപ്പൊ 6 ആണ്. പക്ഷെ ഡിക്ക് കൂടിപ്പോയാൽ എത്ര മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 6 മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആനുവലി ആണ് എന്നുണ്ടെങ്കിൽ. കാരണം ആ ഒരു ഇയർലി 6 മാസേ ബാക്കിയുള്ളൂ. ഓക്കെ, ബൈ ഇൻവെസ്റ്റിംഗ് 60,000. ആഫ്റ്റർ 2 more months, അതായത് 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞപ്പോ സി വിഡ്രൂ ഓൾമോസ്റ്റ് 10,000 rupees. സി എന്ത് ചെയ്യാണ്? ഓൾമോസ്റ്റ് 10,000 rupees വിഡ്രോ ചെയ്യാണ്. ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന രീതി നോക്കിക്കോ. ഇവിടെ ഈ ഒരു 4,000 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 12 മാസവും എ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഒരു 20,000 എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഒരു 4 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി എത്ര മാസം ഉണ്ട്? 8 മാസങ്ങളാണ് അല്ലെ. 12 മാസത്തിൽ 4 മാസം പോയി, ബാക്കി 8 മാസം ഉണ്ട്. ഈ ഒരു 20,000 രൂപ അദ്ദേഹം 8 മാസത്തേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ബിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന സമയത്ത് ബി യാതൊരുവിധ ചേഞ്ചസും നടത്തിയിട്ടില്ല അല്ലെ. ബി യാതൊരുവിധ ചേഞ്ചും നടത്തിയിട്ടില്ല, ഇല്ല. അപ്പൊ ബി എന്ത് ചെയ്യാണ്? ഈ ഒരു 50,000 അദ്ദേഹം 12 മാസത്തിലേക്കും അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു മാറ്റവും അദ്ദേഹം എടുക്കുന്നില്ല, അതുപോലെ തന്നെ പുതിയ തുക ഇടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സിന്റെ കേസിലാണ് നോക്കുന്ന സമയത്ത് സി ഓൾമോസ്റ്റ് 70,000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സി എന്താ ചെയ്യുന്നത്? പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 months, ലാസ്റ്റ് ഒരു 2 months ആവുന്ന സമയത്ത്, അതായത് ഒരു 8 മാസം കഴിഞ്ഞ സമയത്ത് പി ഒരു 8 മാസം കഴിഞ്ഞ സമയത്ത് പി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10,000 പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് 7 into 8 അല്ലെ. അതായത് 70,000 8 മാസത്തിന് വെച്ചു. ബാക്കി ഒരു 4 മാസത്തിന് അദ്ദേഹം 60,000 വെക്കുന്നുള്ളൂ. കാരണം എന്താ? 10,000 അദ്ദേഹം ഓൾറെഡി പിൻവലിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു കാര്യം കൂടി, ഇവിടെ ഡി എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഡി 6 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത്. ബാക്കി ഒരു 6 മാസം മാത്രമേ ഡിയും വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ടോട്ടൽ നോക്കാം, 4 into 12 എന്ന് പറയുന്നത് എത്രയാണ്? ഓൾമോസ്റ്റ് 48 ആണ്. അതുപോലെ തന്നെ 2 into 8 എന്ന് പറയുന്നത് 16 ആണ്. നെക്സ്റ്റ് 5 into 12 എന്ന് പറയുന്നത് 60 ആണ്. നെക്സ്റ്റ് 7 into 8 എന്ന് പറയുന്നത് 56 ആണ്. ഇവിടെ 24 വന്നു. നെക്സ്റ്റ് ഇവിടെ 36 വന്നു. അപ്പൊ ടോട്ടല് നമ്മൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് 50ഉം 58ഉം അതുപോലെ തന്നെ 64 വന്നു. ഇവിടെ ഓൾമോസ്റ്റ് 60 ആണ് വരുന്നത്. ഇവിടെ 60ഉം 70 വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എത്രയാ വരുന്നത്? 36 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എല്ലതും 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. 32 ഇവിടെ എത്ര വരും? ഇവിടെ 30 വരും. ഇവിടെ 35 വരും. ഇവിടെ ഓൾമോസ്റ്റ് 18 വരും. അപ്പൊ ഒക്കെ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 30 + 30 60, 90, അതുപോലെ തന്നെ 100 ആയി. ഓക്കെ, 102. ഓക്കെ, 102, 110, 115. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 54 + 24 എത്രയാണ്? 60ഉം 20 80 വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ 36 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാതും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 16 വരും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 വരും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 20 വരും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 9 വരും. ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, 10 + 10 20 40. ഓക്കെ, 46, 51, 51ഉം 60. ഓക്കെ, അപ്പൊ 60 ആണ് ടോട്ടൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റ് അവർ നേടിയിട്ടുള്ളത് എത്രയാണ്? 92,100 ആണ്. അത് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് നോക്കാം.
ഫൈൻഡ് ദി സം ഓഫ് ഷെയർസ് ഓഫ് സി ആൻഡ് ഡി. സിന്റെയും ഡിന്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എത്ര റുപ്യ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഞാൻ ഓരോ ഷെയറും എത്ര ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി ഇൻറ്റു ഇവരത് രണ്ടാളത് കൂടി എത്ര ഉണ്ടാവും 20 + 9 29 ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ഈ ഒരു 0 ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു 0യും ഞാൻ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 9210 ഡിവൈഡഡ് ബൈ 6, ഇവിടെ 1 വന്നു, 1 × 6 6 തന്നെയാണ്, ബാക്കി 3 2 32 എത്ര 6 ഉണ്ട്, ഓൾമോസ്റ്റ് 5 ആണ്. 5 × 6 എന്ന് പറയുന്നത് 30 ആണ്. ബാക്കി 2 ഉണ്ട്, 210 വരുന്നുണ്ട് അല്ലെ. 210 എത്ര 6 ഉണ്ട് നിങ്ങൾക്കറിയാം, 210 എത്ര 6 ഉണ്ട്, ഓൾമോസ്റ്റ് 35 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1535 × 29 ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1535 × 29, 1535 × 29. അപ്പോ നമ്മുടെ ആൻസറിന്റെ ലാസ്റ്റ് എന്തായാലും 5 ആണ് വരും അല്ലെ. 5 × 9 എന്ന് പറയുന്നത് 45 ആണ്. ആ രീതി നോക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 9 × 5 45 ആണ്. ജസ്റ്റ് 5 വന്നു, 4 വന്നു. ഓക്കെ, ഇവിടെ 27 വന്നു, 27 ഉം 31, അപ്പൊ 1 ബാക്കി 3 വന്നു. നെക്സ്റ്റ് 45 ഉം 48 ബാക്കി 4 വന്നു. ഓക്കെ, 1 × 9 9, 9 + 4 13 വന്നു. ഓക്കെ, ഇവിടെ 10 0 1 വന്നു, 6 7 വന്നു, 10 0 1 വന്നു. ഓക്കെ, ഇവിടെ 2 3 വന്നു. ഓൾമോസ്റ്റ് നോക്കാം 5 1 15 1 4 4 4 4 5 1 5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആണ്, എന്നാൽ പോലും കൺസെപ്ച്വലി അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് അങ്ങനെ ഭയങ്കര വലിയ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.